പാലിയക്കരയിൽ ടോൾ വിലക്ക് വീണ്ടും ഹൈക്കോടതി നീട്ടി. റോഡ് ശരിയാക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. പൊതുജനം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നടരാജ് പരശുറാം പാലിയക്കരയിൽ നിശ്ചയിച്ചു. നടരാജ്, ഇന്ന് ഈ ടോൾ പിരിവ് നിർത്തലാക്കും, ടോൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് ഹൈക്കോടതി ഇത് നീട്ടാൻ തീരുമാനിക്കാൻ കാരണമെന്താണ്? മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞിരുന്നു. ഈ മണ്ണിടിഞ്ഞ വിഷയം ജില്ലാ കളക്ടർ കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത് ശരിയാക്കിയതിനു ശേഷം റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് ഇക്കാര്യം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞത്. മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10 അടി താഴ്ചയിലാണ് മണ്ണിടിഞ്ഞത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് മണ്ണിടിഞ്ഞത്. അത് രാത്രിയോടുകൂടി ഇടിഞ്ഞപ്പോൾ രാവിലെ ആ ഭാഗത്തൊക്കെ തന്നെ ഒറ്റവരിയായിരുന്നു ഗതാഗതം. അപ്പൊ ഇന്ന് വിഷയം പരിഗണിച്ചപ്പോൾ ജില്ലാ കളക്ടർ ഈ വിഷയം സൂചിപ്പിച്ചു. മറ്റു സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെയാണ് സ്ഥിതി എന്ന് സൂചിപ്പിച്ചപ്പോഴാണ് ആ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കട്ടെ, എന്നിട്ട് നോക്കാമെന്ന് കോടതി പറഞ്ഞു. എന്നോടൊപ്പം ഹർജിക്കാരനുണ്ട്. ഈ ഇന്നത്തെ കോടതിയുടെ നടപടി എങ്ങനെ നോക്കിക്കാണുന്നു? കോടതിയുടെ നടപടി ജനങ്ങൾക്കും യാത്രക്കാർക്കും അനുകൂലമാണ്, ഒരു സംശയമില്ല. ജനങ്ങളുടെയും കോടതിയുടെയും യാത്രക്കാരെയും കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള തട്ടിക്കൂട്ട് പണി നടക്കില്ല എന്നുള്ള അസന്നിഗ്ധമായി കോടതി ഇന്ന് കൃത്യമായിട്ട് കരാർ കമ്പനിക്കാരോട് ദേശീയപാത അതോറിറ്റിയും പറഞ്ഞു. അത് മുരിങ്ങൂർ അഗാധമായൊരു ഗർത്തമുണ്ടായി. റോഡിലൂടെ വലിയ ടന്നേജുള്ള വണ്ടികൾ പോയി ഏത് സമയത്തും അപകടമുണ്ടാവാം. അപ്പൊ അതുപോലെയുള്ള തട്ടിക്കൂട്ട് പണി ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ നടത്തിയ പണികളാണ് ഈ നടന്നത്. അത് തന്നെയല്ല, ഇപ്പൊ കോടതി ഇടപെട്ടിട്ട് പോലും ഇവർ നടത്തിയ പണികളൊന്നും ശാസ്ത്രീയമായിട്ടുള്ളതല്ല. സർവീസ് റോഡായാലും അത് ഡ്രെയിനേജ് ആയാലും ശാസ്ത്രീയമായിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും രീതിയിൽ ഈ ടോൾ മരവിപ്പിച്ച ഉത്തരവ് മാറ്റാണെങ്കിൽ തന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ സാധാരണഗതിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് പോകാൻ പറ്റില്ല, ഗതാഗത കുരുക്കുണ്ടാവും. 4 VUPകളുടെ പണി നടക്കണേ. കൊരട്ടിയൂണിയും പണി തുടങ്ങി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കുണ്ടാവും. അപ്പോൾ 50% ടോൾ പിരിക്കാൻ ഇവർക്ക് അർഹതയുള്ളൂ. അത് കൊടുക്കാനേ ജനങ്ങൾക്ക് ബാധ്യതയുള്ളൂ. നമ്മൾ കാശ് കൊടുത്തിട്ട് സർവീസ് കിട്ടാത്ത കാര്യത്തിന് എന്തിന് കാശ് കൊടുക്കണു? നമ്മൾക്ക് അങ്ങനെ കാശ് പിരിക്കേണ്ട ആവശ്യമില്ല. 1700 കോടി രൂപ പിരിച്ച കൊള്ള ചെയ്ത കമ്പനിയാണ് ഇനിയും കാശ് ചോദിക്കുന്നത്. എന്തായാലും കോടതി നടപടിയിൽ ആശ്വാസമുണ്ടെന്ന് അവർ പറയുന്നു. പ്രശ്നം പരിഹരിച്ചതിന് ശേഷമാകട്ടെ ടോൾ പിരിക്കൽ. അപ്പോഴും ഇപ്പോൾ നിലവിലുള്ള തുക പിരിക്കേണ്ട കാര്യമില്ല, പകുതി കൊടുത്താൽ മതി എന്നാണ് ഹർജിക്കാർ കോടതിയിൽ പറയുന്ന നിലപാട്.